ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഡാൻസിന് പോവുകയാണേ. അപ്പോൾ അവിടത്തേക്കാണ് ഫസ്റ്റ് തന്നെ ഡാസ്ലറിൻ്റെ കൺമഷിയാണ് എടുത്തേക്കുന്നത്. ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കണ്ണിലും നല്ല ഡാർക്കായിട്ട് ആക്കിയാണ് ഇടുന്നത്. ഞാൻ രണ്ട് കണ്ണിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഐലൈനറാണ് എടുക്കുന്നത്, ഡാസ്ലറിൻ്റെ തന്നെ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ എഴുതി കൊടുത്ത് ഞാൻ സെക്കൻഡ് കണ്ണിൽ എഴുതുകയാണ്. അവിടെ ഞാൻ മറ്റേ കണ്ണ് വാലൊന്നും ഇട്ടില്ല. ഇവിടെ നല്ല വാലൊക്കെ ഇട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത്, മറ്റേ കണ്ണിൽ വാലുണ്ട്, ഇവിടെ വാലില്ല. ഇങ്ങനെ അപ്പുറത്തും ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഐലൈനറൊക്കെ എഴുതി നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചീപ്പി കൊടുക്കുന്നുണ്ട്. ആ ഉടക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചീപ്പി ഇടുകയാണ് ബാക്കിലോട്ട്. ഇതാകുമ്പോൾ നമുക്ക് പിന്നെ ഹെയർ കെട്ടാൻ നേരത്ത് അത്ര കുഴപ്പം വരത്തില്ല. ഞാൻ രണ്ട് സൈഡും, ഒരു സൈഡ് ഞാൻ വവരെടുത്തിട്ടാണ് ചെയ്യുന്നത്. ചീപ്പ് വേണം. ഇങ്ങനെ ഈ ചീപ്പി ഇട്ടെങ്കിൽ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നേരത്തെ അങ്ങ് നേരെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കിനി ചീപ്പി ഇട്ട് ഒക്കെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങ് ചീപ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ പൊട്ടാണ് എടുക്കുന്നത്. ഇതെൻ്റെ ഡാൻസിൻ്റെ യൂണിഫോമാണ് പുതിയത്. ഇതിന് ചേർന്ന പൊട്ടൊക്കെ തന്നെ വേണമെന്നായിരുന്നു. അപ്പം അങ്ങനെ ഫസ്റ്റ് ലൈറ്റ് ഗ്രീൻ കളറാണ് എടുക്കുന്നത്. കളറേ എടുത്തിട്ടുണ്ട്. ഇടാൻ നിന്നപ്പോൾ അത് താഴെയാണ്. അപ്പം ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരെണ്ണം ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഫസ്റ്റ് വെച്ചത് ഇച്ചിരി സൈഡായിപ്പോയി. ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിച്ചിരി മണ്ടയിലോട്ടും ആയിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ താരയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ മാലയാണ് ഇടുന്നത്. ഒരു കളർഫുൾ പൂവിൻ്റെയൊക്കെ ഒരു മാലയാണ്. എനിക്ക് അതാകുമ്പോൾ ഈ ഡാൻസിൻ്റെയൊക്കെ ആ സെയിം കളറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ മാല ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് ബ്രേസ്ലെറ്റ്സ് ആണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, ഹോം മെയ്ഡ് ബ്രേസ്ലെറ്റ്സ്. ഞാൻ ഇവിടെ അതിൻ്റെ സെറ്റിൻ്റെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റിൽ. അപ്പം അതിൻ്റെ വേറൊരെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ അതിൻ്റെ സെയിം കളർ നോക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഫിഷിൻ്റെയൊക്കെ ഇതുള്ള സെയിം കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിട്ട് അടുത്ത കയ്യിൽ ഞാൻ ഇതിൽ രണ്ടിൽ യെല്ലോ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ യെല്ലോ കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും നല്ല രീതിയായി. ഞാൻ നെക്സ്റ്റ് ഇനി മുടിയാണ് കെട്ടിക്കൊടുക്കുന്നത്. ഞാൻ നേരത്തെ തൊട്ടൊന്ന് ചീപ്പി ഇടുന്നുണ്ട്. അപ്പം അത് കുളിച്ചിട്ട് ഇപ്പം അങ്ങോട്ട് വന്നേ ഉള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളമുണ്ട്. അതാണ് ഞാൻ ഒന്ന് ചീപ്പ് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുടി ഒരു സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ അവിടെ വെച്ച് കൊത്തുന്നുണ്ട്. അപ്പം അതിന് ഇത് സെയിം ഗ്രീൻ കളർ തന്നെ വേണം. ഞാൻ ഫുള്ളായിട്ടൊന്ന് എടുത്തു നോക്കി. അപ്പോഴാണ് അതിൻ്റെ ഒരു സെയിം ബട്ടർഫ്ലൈ എനിക്ക് കിട്ടി.
ഞാൻ അത് കുത്തി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അപ്പുറവും ഇതേവിട്ട് തന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെയും കുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ എനിക്ക് ആ സെയിം കളർ കിട്ടിയിട്ടില്ല കേട്ടോ ഗൈസ്. ആ സെയിം ബട്ടർഫ്ലൈയുടെ ഒരു റെഡ് കളറാണ് കിട്ടിയത്. ഞാനിപ്പോൾ അത് കുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാം മുടിയെല്ലാം സെറ്റാക്കി എടുത്ത് ഗൈസ് ഇതാണ് നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാവേ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് ഈ പാൻറ്റും ഡ്രസ്സും എൻ്റെ ഡാൻസിൻ്റെ ന്യൂ ആണ്. അപ്പം ഇതാണ് ഗൈസ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.